അല്ല, ഈ ആർ ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് സീറ്റ് ഓഫർ ചെയ്തിട്ടാണ് അവരെ ആശ്വസിപ്പിച്ചതെന്നൊരു വാർത്തയുണ്ട്, ശരിയാണോ? അങ്ങനെയൊന്നുമില്ല. ആ ശ്രീലേഖാജി ഒരു മുതിർന്ന നേതാവാണ്. ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ്റെ നല്ലൊരു റോൾ ചെയ്ത ഒരു ലീഡറാണ്. ആ ശ്രീലേഖാജീൻ്റെ പാർട്ടിയിൽ വലിയ ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങളുടെ സെൻട്രൽ ലീഡർഷിപ്പ് തീരുമാനിക്കും എന്താണ് റോള്. ഞാനല്ല തീരുമാനിക്കേണ്ടത്. അവർ തന്നെ പറഞ്ഞൊരു പരാതി, എന്നെ മേയറാക്കാന്ന് പറഞ്ഞിട്ടാണ് മത്സരിപ്പിച്ചത് എന്നാണ്. സത്യമാണോ? അല്ല, നോക്കൂ, ഈ നമ്മളെ പാർട്ടിയിൽ മേയർ ആവാൻ കഴിവുള്ള കുറേ ലീഡേഴ്സ് ഉണ്ട്. അതിൽ ആർ ശ്രീലേഖ ഒന്നാണ്, അതിൽ ഒരു സംശയമില്ല. എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് ആർ ശ്രീലേഖാജി. ഒരു ആബ്സൊല്യൂട്ട്ലി ഹൈ ഇൻറ്റഗ്രിറ്റി, പോലീസിൻ്റെ സമയത്തും പിന്നെ പോലീസ് കരിയർ നോക്കിയാലും എവിടുന്ന് എങ്ങനെ ഒരു ലീഡർ ടോപ്പിൽ എത്തി, ഇതെല്ലാം ഒരു വലിയ ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. പക്ഷേ എല്ലാ പാർട്ടിക്കും ഒരു മേയർ സ്ഥാനം ഒരു മേയർ സ്ഥാനമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരാൾ തീരുമാനിച്ചു. പക്ഷെ അങ്ങനെ അവർക്കൊരു സെൻസ് ഓഫ് ബിട്രയൽ തോന്നാൻ പാടില്ലായിരുന്നല്ലോ. ഇല്ല, ഓക്കെ, അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ചർച്ച ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അവരെ അപ്പോൾ വിന്നബിൾ ആയിട്ടുള്ള ഒരു വട്ടിയൂർക്കാവ് പോലത്തെ ഒരു സീറ്റ് ഓഫർ ചെയ്താണോ സമാധാനിപ്പിച്ചത്? അതുകൊണ്ടാണ്. അങ്ങനെ സമാധാനിപ്പിക്കാനൊന്നും അങ്ങനെയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ശ്രീലേഖാജി പാർട്ടീൻ്റെ ഒരു മുതിർന്ന നേതാവാണ്. മേയർ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ഇന്നുമാണ്. അപ്പോൾ സെൻട്രൽ പാർട്ടി തീരുമാനിക്കും ശ്രീലേഖാജീൻ്റെ ഫ്യൂച്ചർ റോളും എന്തായിരിക്കും ഫ്യൂച്ചർ. പക്ഷേ ഒരു ഫ്യൂച്ചർ റോൾ ഉണ്ടാവുമെന്നും ഒരു വലിയൊരു ഫ്യൂച്ചർ റോൾ ഉണ്ടെന്നും എനിക്ക് 100% സെൻട്രൽ ലീഡർഷിപ്പ് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. തീരുമാനിക്കട്ടെ, സമയമുണ്ടല്ലോ. രണ്ടാമത്തെ ഇന്റർവ്യൂവിൽ അത് സംസാരിക്കാം.